എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് ഇത്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിനാണ് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നത്. അതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡയല്ല അതിനാവശ്യം, ബേക്കിംഗ് പൗഡറാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാരയാണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ബേക്കിംഗ് പൗഡറൊക്കെ എത്തുന്നത് പോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് 1 കപ്പ് ബട്ടർ മിൽക്കാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ പുളിയില്ലാത്ത കട്ട തൈരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1 കപ്പ് ബട്ടർ മിൽക്കാണ്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. 1 കപ്പ് ബട്ടർ മിൽക്ക് തന്നെ ഇതിന് ആവശ്യം വരുള്ളൂ. ഇതിൽ കൂടുതലൊന്നും വെള്ളം ചേർത്ത് ഭയങ്കരമായിട്ട് കുഴച്ചെടുക്കേണ്ട, ലൂസാക്കി എടുക്കണ്ട. ബട്ടർ മിൽക്ക് ഈ 1 കപ്പ് ബട്ടർ മിൽക്ക് തന്നെ മതിയാവും ഇത് മുഴുവനായിട്ട് കുഴച്ചെടുക്കാൻ. കുറച്ചധികം സമയം കുഴക്കേണ്ടി വരും. നല്ല സോഫ്റ്റായിട്ട് എടുക്കണം. ഡോ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവണം. ഇതിപ്പോൾ ഞാൻ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല പ്രഷർ ചെലുത്തി കുഴക്കണമെന്നില്ല, ഒന്ന് ജസ്റ്റ് കുഴച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞ് പൂരിയുടെയൊക്കെ മാവിൻ്റെ വലുപ്പത്തിൽ നമുക്ക് ബോളാക്കി എടുക്കാം. കുഞ്ഞു ബോളാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ബോളാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ഫോണ്ടൻ്റ് ഷീറ്റിൻ്റെ മേലെയോ കൗണ്ടർ ടോപ്പിൻ്റെ മേലെയോ നമുക്ക് മൈദ തൂവിയിട്ട് പൂരിക്കൊക്കെ പരത്തുന്ന പോലെ അതേ വലുപ്പത്തിലും അതേ കട്ടിയിലും പരത്തിയെടുക്കാം. ഒരുപാട് ചപ്പാത്തി പരത്തുന്നത് പോലെ ഒരുപാട് നൈസാക്കി പരത്തിയാൽ ഇത് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. ഇതേപോലെ പരത്തിയെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പത്തിരി പ്രസ് ഉണ്ടല്ലോ, അതിൽ വെച്ച് പ്രസ് ചെയ്താലും മതി. കുറച്ചുകൂടെ നല്ലത് എല്ലാം പരത്തിയെടുക്കേണ്ടതുകൊണ്ട് ഇങ്ങനെ തന്നെ ആക്കുന്നതാണ്. നമുക്ക് അതെല്ലാം പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം പരത്തി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ വെച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേലെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടാകുമ്പോൾ നമ്മൾ പരത്തി വെച്ചത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിങ്ങനെ എണ്ണ നല്ല ചൂടാവണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാവണം. കാരണം അപ്പോഴാണ് നന്നായി ഇതേപോലെ വീർത്ത് വരിക. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ല ചൂടായതിന് ശേഷം മാത്രം ഇടുക. ഇതുപോലെ നല്ലോണം വീർത്ത് വരും കേട്ടോ. ഇതേപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് ചിക്കൻ കറിയുടെ കൂടെ നോൺ വെജിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇത് മുറിക്കുമ്പോഴും നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.